കേരളത്തിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ BJP അധികാരത്തിൽ വരണമെന്നും അത് പൂർത്തീകരിച്ചേ താൻ പടിയിറങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആലപ്പുഴ നോർത്ത് ജില്ലയുടെ വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഭാരതം കൈവരിച്ച കുതിപ്പ് എല്ലായിടത്തും പ്രകടമാണ്. അതാണ് കേരളത്തിലും കൊണ്ടുവരാൻ പോകുന്നത്. 2014 മുതൽ കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് ജനങ്ങൾ അവസരം നൽകി. എന്നിട്ട് കടമല്ലാതെ മറ്റൊന്നുമില്ല. ഇപ്പോൾ സർക്കാർ വാർഷികം ആഘോഷിക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് ആഘോഷമെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. ആകെ ഉണ്ടാക്കിയത് ഹൈവേ ആണ്. ആ ഹൈവേ ഉണ്ടാക്കിയത് നിതിൻ ഗഡ്കരിജി, നരേന്ദ്രമോദിജി. അപ്പൊ ഇവിടെ ഒന്നും നടന്നിട്ടില്ല 10 കൊല്ലം. എന്നിട്ടാണ് ഇവർ പറയുന്നത് 9 കൊല്ലമായി ഇനി ആഘോഷിക്കണം. എന്തിന്? ആർക്ക് വേണ്ടിയാ ഈ ആഘോഷം? ആശാ വർക്കേഴ്സ് ആഘോഷിക്കുന്നില്ല, യുവാക്കളെ ആഘോഷിക്കുന്നില്ല, ബിസിനസ് ആഘോഷിക്കുന്നില്ല, സർക്കാരിന്റെ ജീവനക്കാർ ആഘോഷിക്കുന്നില്ല, KSRTC ആഘോഷിക്കുന്നില്ല, കർഷകരെ ആഘോഷിക്കുന്നില്ല, തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ ആഘോഷിക്കുന്നില്ല. പിന്നെ ആരാണ് ആഘോഷിക്കുന്നത്? മരുമനും മോളോ? അപ്പൊ ആഘോഷിക്കാനൊന്നുമില്ല. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ 3 പാർട്ടി ജനങ്ങളെ വിശ്വസിച്ചിട്ട് അവസരം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒറ്റ പാർട്ടികളുണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അധ്വാനിച്ച് അവരുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചൊരു പാർട്ടി. അതാണ് BJP. ഇതാണ് സത്യം. BJP ഹിന്ദു പാർട്ടിയാണെന്നും വർഗീയ പാർട്ടിയാണെന്നും പ്രചരിപ്പിക്കുന്നു. മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നാണ് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. എന്നാൽ BJP ജനങ്ങളുടെ പാർട്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ കേരളത്തിന്റെ മുസ്ലിംസിന് വേണ്ടി പ്രവർത്തിക്കുന്ന മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അവർ പറയുന്നു. അത് സമ്മതിക്കുന്നു. അപ്പോ അതൊരു ഇന്ത്യ അലയൻസിന്റെ പാർട്ടിയായിട്ട് അങ്ങനെ പറയുമ്പോൾ മറ്റോരോ വേറെ മലയാളികളൊന്നുമില്ലേ? നരേന്ദ്രമോദിജി 2014 വന്ന മുതൽ ഇന്ന് വരെ എത്രയോ പദ്ധതികൾ, എത്രയോ സ്കീമും എത്രയോ പ്രോജക്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒറ്റ സ്കീം ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതെ എല്ലാവർക്കും വേണ്ടിയാണ് അദ്ദേഹം അധ്വാനിച്ചത്. BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ബിനോയ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് S സുരേഷ്, വൈസ് പ്രസിഡന്റുമാരായ ശോഭാ സുരേന്ദ്രൻ, AN രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനം, ആലപ്പുഴ.